ഡൽഹിയിലെ ഓട്ടോ എക്സ്പോയിൽ നമ്മുടെ കിയയുടെ പവലിയനിലായിരിക്കുന്നത്. കിയയുടെ അപ്കമ്മിങ് ആയിട്ട് വരുന്ന ഒരു SUV ആണ് സൈറോസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വാഹനം ഇവിടെ ഡിസ്പ്ലേയിൽ ഈ ഒരു ഓട്ടോ എക്സ്പോയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു SUV ടൈപ്പായിട്ട് വരുന്നൊരു വാഹനമാണ്. സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫൻഡറിൻ്റെയൊക്കെ ഒരു ഫീലും ലുക്കൊക്കെ നമുക്ക് കേട്ടു. ഒരു കുട്ടി ഡിഫൻഡർ ആണെന്നൊക്കെ നമുക്ക് നോക്കും. പലരും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോകുന്നത് ഇങ്ങനെ കേട്ടു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലുക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതൊരു ADAS ഫീച്ചേഴ്സൊക്കെ ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അതിൽ ക്യാമറയൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഫേസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസാണ്. നമുക്കൊരു EVയുടെ ലുക്കൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇതൊരു പെട്രോളും അതുപോലെ ഡീസൽ അങ്ങനെ രണ്ട് വേരിയൻറ്റിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. ഐസ് ക്യൂബിൻ്റെ ലൈക്ക് ഡിസൈനിലുള്ള ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ക്യൂട്ടറായിട്ടുള്ളൊരു വാഹനമാണ്. രണ്ട് വണ്ടികൾ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അലോയ് വീൽസ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള അലോയ് വീൽസാണ്. ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസാണ് വാഹനം കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഒരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ ഇതിപ്പോൾ തിരിഞ്ഞ് വരട്ടെ, അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് പ്രൊഫൈലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്റ്റൈലിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലൈക്ക് ഒരു ജിംനിയുടെ ഒക്കെ ഷേപ്പൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് പ്രൊഫൈലിനകത്തെ ആ ലൈറ്റ്സൊക്കെ കണ്ടോ ഒരു L ഷേപ്പിലുള്ള ലൈറ്റ്സൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ താഴെ ഏറ്റവും ബാക്കിലുള്ള ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്ററും ഒക്കെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് എഞ്ചിനിൽ കിട്ടും. പെട്രോൾ ആൻഡ് ഡീസൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ ഒരു പെട്രോളിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു പവർ റേറ്റിങ്സ് എന്ന് പറയുന്നത് 88 PS പവറാണ്. 88 കിലോ വാട്ടാണ്. 6000 RPM കിട്ടും. 172 Nm ടോർക്കാണ്. ഇനി ഡീസലിലേക്ക് വരുമ്പോൾ 85 കിലോ വാട്ടാണ് വരുന്നത്. അതിൽ 250 Nm ടോർക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു വാഹനം അവർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കിടിലം വണ്ടി.